അല്ലടാ അപ്പൊ നിനക്ക് ഇന്നലെ കൊണ്ടുവരുന്നില്ല? ഞാൻ ഇന്നലെ പിള്ളേരായിട്ട് ലുലു മാളി പോയപ്പോ 2 ബോട്ടിൽ വാങ്ങിച്ചു. ഓ അശ്യോ, ഞാൻ ഇന്നലെ കിട്ടിയില്ല, ഇന്നത് കിട്ടിയതേ. പിന്നെ വേറെ കേസുണ്ട്, സാറിനെ കണ്ടറിയാം, നല്ല തേണ്ടാവാണ്. ഇത് നല്ല അസല് കാട്ട് തന്നെ. ചേച്ചിക്കൊന്ന് വിളിച്ചു നോക്കിയേ. അന്ന് വിളിച്ചോട്ടാ. ചേച്ചിക്ക് ഇഷ്ടാവും എന്തായാലും. അതെ, 2 പേരെ ചെക്കിങ്ങിൽ പിടിച്ചിട്ടുണ്ട്. അവരുടെ അടിപൊളി തേനുണ്ട്, നല്ല കാട്ട് തേനെന്ന് പറയുന്നത്. 2 വാങ്ങിക്കണാ? ആ ശരി ശരി. ആരെ ചേച്ചിക്ക് അറിയാം തേൻ്റെ വില. എത്ര കുപ്പി വേണ്ട സാറേ? 2 കുപ്പി എടുത്താ. 2 കുപ്പി വെക്കാം. എന്താവശ്യം ഉണ്ടെങ്കിൽ സാറ് വിളിച്ചോളാം. വിളിക്കാം. പിന്നെ സാറിനോട് ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? ഒന്നും തോന്നരുത്. ആ വളവിൽ MVD എടുക്കുന്നുണ്ട്. ഇതിന് വല്ല കുത്തക ഉണ്ടാ? അതെ, വെച്ച് വിടാൻ നോക്ക്. അയ്യോ സാറേ, ഇത് 430 ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. ഞങ്ങളോട് 550 വെക്കും. സാറാവൻ 600 തന്നാ മതി. അപ്പൊ 1200. ശരി സാറേ. അല്ല സാറേ, ഇപ്പൊ പോലീസ് ജീപ്പൊക്കെ കാറാക്കിയാ? ആളെ കാറായിട്ട് നിന്നിട്ട് അവിടുന്ന് ആൾക്കാർ അങ്ങോട്ട് തിരിഞ്ഞു പോണി. ഇത് ജീപ്പും കൊണ്ട് വരാടാ പിടിക്കാനായിട്ട്. പോടാ ബഡ്ജറ്റിന്റെ അല്ലേ? വണ്ടി വിടറാ. എന്താ സാറങ്ങളൊന്നും ചെയ്തില്ലേ? ഏയ് സാറ് പുള്ളി നല്ല കമ്പനിയാ. ആള് പറഞ്ഞു പൊക്കോളാം, ഹെൽമെറ്റിന്റെ ഫൈനും കൂടി അടച്ചില്ലേ. ഞങ്ങള് മുന്നത്തെ അത് അല്ലേ. പോട്ടെന്നാ സാർ അവര് വെറുതെ വിട്ടാ? എന്താ അവര് മഹാ വിട്ടായിപ്പാ. ആരാ പിള്ളേരാ? പിന്നെ അവര് ഇവിടുത്തെ മെയിൻ മദ്യ കച്ചവടക്കാരാ. എന്തുട്ടാ പറയുന്നത്? അവര് പാവം പിള്ളേരെ തേമ്പിട്ട് ജീവിക്കുന്ന പിള്ളേരാണ്. മാതിരി ഉടായിപ്പൊന്നും പറയരുതട്ടാ. എനിക്ക് മുന്നും പിടിച്ചിട്ടില്ലല്ലോ മദ്യം വിറ്റിട്ട്. എന്ന് അത് അന്ന് പഴയ സാറായിരുന്നു. ആരാ കുപ്പിന്ന് പൊട്ടിച്ച് മണത്ത് നോക്കിയേ? എന്താന്നറിയാല? എവിടെ സാധനം? ശരിയാണടാ, അവന്മാര് നമ്മളെ പറ്റിച്ചാ. സാറേ, ഞാൻ പറഞ്ഞില്ലേ ഒരു മഹാതരിടളാന്ന്. ഇനിയിപ്പോ എന്താ ചെയ്യാ സാറേ? വണ്ടിയിൽ ഗ്ലാസ് ഉണ്ട്, ചിങ്സ് ഉണ്ട്. തരായിട്ട് സോഡാ ഡ്യൂട്ടി എൻ്റെ പടക്കാം.